ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന ദൈവത്തിൻ്റെ ആലോചന അപ്പോസ്തലർ 4-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യം. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ. ഇന്ന് പകൽക്കാലം എന്നെ വളരെ ചിന്തിപ്പിക്കുകയും പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തരികയും ചെയ്യുന്ന ഒരു വചനം, പുത്രൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടവർ എന്നുള്ളത്. പുതിയ നിയമസഭയുടെ ആദ്യ പ്രസംഗം ചെയ്യുന്നത് അപ്പോസ്തലനായ പത്രോസ്. ആ പ്രസംഗത്തിൻ്റെ കൺക്ലൂഷൻ നമ്മൾ കാണുന്നത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ. അവിടെ പത്രോസിൻ്റെ പ്രസംഗം കേൾക്കുന്ന ആളുകൾ പത്രോസിനോട് ചോദ്യം ചോദിക്കുന്നു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ പത്രോസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മാനസാന്തരപ്പെടണം, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷിക്കണം. ഇങ്ങനെ പറഞ്ഞ് അതിനകത്ത് പറയുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അത് 2:42. കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ ആദ്യ പ്രസംഗത്തിൽ കർത്താവിൻ്റെ വചനം കേട്ട് മാനസാന്തരത്തിലേക്ക് വന്ന, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ആ ജനം ഒരു കൂട്ടായ്മ ആചരിച്ചു എന്ന് വായിക്കുന്നു. കൂട്ടായ്മ, ഫെലോഷിപ്പ്. അപ്പോൾ കൂട്ടായ്മ എന്നുള്ളത് കേവലം കുറച്ച് ആളുകൾ കൂടി വരുന്നു എന്നുള്ളതല്ല. അത് പുതിയ നിയമസഭയുടെ ഒരു ഉപദേശമാണ്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമസഭയുടെ ഒരു ഉപദേശമാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി വേർതിരിയുമ്പോൾ കർത്താവ് നിങ്ങളെ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പോൾ നോക്കണം, അപ്പോൾ നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കൂട്ടായ്മ എന്നുള്ളത് പുതിയ നിയമസഭയിലെ ഒരു വ്യക്തിക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ 1 യോഹന്നാൻ 1:3 2 മുതൽ നമ്മൾ വായിക്കണം. അത് ഇങ്ങനെയാണ്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോൾ നോക്കണം, ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് നിങ്ങളോട് അറിയിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. അപ്പോൾ നോക്കണം, പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലേക്ക് യേശു ക്രിസ്തു മുഖാന്തരം വിളിക്കപ്പെട്ടവരും കൂടെ ഒന്നിച്ചു ചേരുന്ന ഒരു കൂട്ടായ്മ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പുതിയ നിയമസഭ എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ, സ്തോത്രം. പുതിയ നിയമസഭയുടെ ഒരു ഉപദേശം ആ കൂട്ടായ്മ എന്നുള്ളത്. പ്രൈസ് ലോർഡ്. ആ കൂട്ടായ്മയ്ക്കകത്ത് നടക്കേണ്ട കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് അപ്പോസ്തലന്മാരുടെ ഉപദേശമുണ്ട്, അപ്പം നുറുക്കുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഇതെല്ലാം അതിനകത്തുള്ളതാ. ആ കൂട്ടായ്മയ്ക്കകത്ത് ദൈവസഭ, ഹല്ലേലൂയ, സ്തോത്രം, അപ്പോസ്തലന്മാർ ഉപദേശം പറയും. അപ്പോൾ ഒരു ഉപദേശം ഈ കൂട്ടായ്മയ്ക്കകത്താണ് ഈ ഉപദേശമുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ കൂട്ടായ്മയ്ക്കകത്താണ് പ്രാർത്ഥനയുള്ളത്.
ഒരു പ്രാർത്ഥന കൂട്ടായ്മക്കകത്തുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അതിനകത്ത്, ആ കൂട്ടായ്മക്കകത്ത് വേണം അപ്പം നുറുക്കുവാൻ. ഇതെല്ലാം ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നതിന് കാരണം, ഇപ്പോൾ അപ്പം നുറുക്കൊക്കെ വീട്ടിൽ തനിയെ ഇരുന്ന് തന്നെത്താനെ നുറുക്കി ടി വിയിലൂടെ അത് കണ്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ കൂട്ടായ്മക്കകത്ത് ഉപദേശമുണ്ട്, അപ്പം നുറുക്കുണ്ട്, അതുപോലെ തന്നെ പ്രൈസ് ലോർഡ് പ്രാർത്ഥനയുണ്ട്. അപ്പൊ നോക്ക്, ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് സ്തോത്രം പുസ്തകത്തിൽ 3-ാം അധ്യായം മുതലാണ് അതിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത്. ഇവര് ഒരു മുടന്തന്റെ സൗഖ്യമാണ് വിഷയം. ആ സൗഖ്യം മഹാപുരോഹിതന്മാർക്കും മൂപ്പന്മാർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവരെല്ലാം കൂടി ഇവരെ പിടിച്ചു. ആരാണിത് ചെയ്തത്? ഈ സൗഖ്യം കൊടുത്തത് ആരാ? അങ്ങനെ അവരെ പിടിച്ച് അവരെ ചുറ്റും നിർത്തിയിട്ട് ചോദിച്ചു, ഏത് നാമത്തിൽ, ഏത് ശക്തി കൊണ്ട് ചെയ്തു? അവർ പറഞ്ഞു, ഈ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലാ. പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടല്ല. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ ശക്തിയാണ് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചത്. ഇതൊക്കെ പറഞ്ഞ് ആ ജനത്തിന്റെ മുമ്പിൽ അവരുടെ ചോദ്യം ചെയ്തതിന് ഉത്തരം കൊടുക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, ഇനി ഈ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കരുത്, ഇങ്ങനെ സൗഖ്യമൊന്നും യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കൊടുക്കരുത് എന്ന് പറഞ്ഞ് തർജ്ജനം ചെയ്തവരെ പറഞ്ഞയക്കുക. അങ്ങനെ ആ തർജ്ജനം കേട്ട് ഇവർ ചെല്ലുന്നത്, അതാണല്ലോ നമ്മുടെ കുറിവാക്യം, വിട്ടയച്ച ശേഷം. അപ്പം ജനം എല്ലാം ഈ സൗഖ്യം കണ്ടു. അതുകൊണ്ട് ഇവരെ പരസ്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കുറെ തർജ്ജനമൊക്കെ ചെയ്ത് ഇവരെ വിടും. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ ആ കൂട്ടായ്മയിലേക്ക് മടങ്ങിച്ചെന്നു. അപ്പൊ നോക്കൊരു കൂട്ടായ്മ ബന്ധത്തിലാണ് ഇവർ നിൽക്കുന്നത്. ആ കൂട്ടായ്മയിലേക്ക് ഇവർ മടങ്ങിച്ചെല്ലുക. അവിടെ മടങ്ങിച്ചെന്ന് സ്തോത്രം അവർ കൂട്ടാളികളോട് ഹല്ലേലൂയ ഈ നടന്ന സംഭവങ്ങളെല്ലാം വിവരിക്കുന്നു. വിവരിക്കുക മാത്രമല്ല, ആ കൂട്ടായ്മയ്ക്കകത്ത് അവർ ഒന്നിച്ച് ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വീണ്ടും ഒരു അത്ഭുത വിടുതൽ നടക്കുന്നു. പത്രല്ലേ സ്തോത്രം, അവർ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. വീണ്ടും ഉപദേശിക്കുവാനും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനുമായി ഇറങ്ങിപ്പോകുന്നു. അപ്പൊ നോക്ക് സ്തോത്രം, ഒരു പ്രശ്നം വന്നപ്പോൾ, ഒരു പ്രതികൂലം വന്നപ്പോൾ അവർ ആ കൂട്ടായ്മയിലേക്കാണ് വരുന്നത്. ആ കൂട്ടായ്മയ്ക്കകത്ത് ആ പ്രശ്നം പരിഹരിക്കുക. ഹല്ലേലൂയ. നോക്ക്, ഇത് തന്നെയാണ് നമ്മൾ അപ്പോസ്തലനായ പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കിയ ശേഷം രണ്ട് പടയാളികളുടെ സംരക്ഷണത്തിൽ ഏതാണ്ട് 3 വാതിലിന്റെ അകത്ത് ഈ പത്രോസിനെ ഇട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവനെ കൊന്നുകളയാൻ വേണ്ടിയാണ് ഹെരോദാവിന്റെ ആഗ്രഹം. നമുക്ക് ആ ചിന്ത അറിയാം. യാക്കോബിനെ കൊന്നു, അതവർക്ക് ഊർജം പകർന്നു. പത്രോസിനെ ആ ഊർജത്തിൽ കൊല്ലാനാണ് ശ്രമിച്ചത്. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ട ഒരു ഭാഗം, പത്രോസിനെ ദൂതൻ വിടുവിക്കുന്നു. ദൂതൻ ആ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി അവന്റെ ചങ്ങല അഴിച്ച് അവൻ ഈ 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും വാതിലും ഒക്കെ കളന്ന് ഇപ്പുറത്തിറങ്ങി ആ തന്നെ വിട്ടയച്ച ശേഷം പത്രോസ് ചെല്ലുന്നത് എവിടെയാണെന്നറിയാമോ? ഒരു കൂട്ടായ്മയിലേക്കാണ് ചെല്ലുന്നത്. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, നോക്കണം 12:12, ഇങ്ങനെ താൻ വിടുവിക്കപ്പെട്ടു എന്ന് ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ചു കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പൊ നോക്കണം, ഒരുമിച്ചു കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടായ്മയിലേക്ക് പത്രോസ് മടങ്ങി ചെല്ലുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം അപ്പോസ്തലനായ പൗലോസ്, സ്തോത്രം, അത് അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം തൊട്ടാണ് ആ ഭാഗം നമ്മൾ വായിക്കേണ്ടത്. അവിടെ മുതൽ നമ്മൾ കാണുന്നത് അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും സഭ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അവരെ സ്തോത്രം മിഷണറി യാത്രയ്ക്കായി അല്ലെ സുവിശേഷീകരണത്തിനായി വിടുന്ന ഒരു ശുശ്രൂഷ മുടക്കാണ്. അവർ ശുശ്രൂഷ ചെയ്ത ശേഷം വീണ്ടും മടങ്ങി അന്ത്യോക്യ ഈ സഭയിലേക്ക് മടങ്ങി വരുന്നുണ്ട്.
ഈ സഭയിലേക്ക് അവരെന്താ മടങ്ങി വരുന്നതിൻ്റെ കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി ഉപവസിക്കുന്ന, അവരുടെ ശുശ്രൂഷകളുടെ വിജയത്തിൻ്റെ പിന്നിൽ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഇന്ന് പകൽക്കാലം സ്തോത്രം ദൈവമക്കളെ, കൂട്ടായ്മ എന്നുള്ളത് സ്തോത്രം അല്ല ചില ആളുകളുടെ മനസ്സിൽ തോന്നിയ ഒരു സംഘടനാ സിസ്റ്റമൊന്നുമല്ല. ദൈവം നമ്മെ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ കൂട്ടായ്മയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ അപ്പോസ്തലൻ പത്രോസ് പ്രസംഗത്തിൽ പറയുന്നത് കൂട്ടായ്മയ ഹല്ലേലൂയ സ്തോത്രം ആചരിച്ചു എന്ന, അവർ കൂട്ടായ്മയിൽ സ്തോത്രം കൂടിയെന്ന. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ കൂട്ടായ്മ എന്നുള്ളത്, കൂടിവരവ് എന്നുള്ളത് ഹല്ലേലൂയ സ്തോത്രം ഒരു പുതിയ നിയമഭക്തന് ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൽ ആ കൂട്ടായ്മയ്ക്കകത്താണ് പ്രാർത്ഥനയുള്ളത്, ഉപദേശമുള്ളത്, അവിടെയാണ് അപ്പന്നുറുക്കുള്ളത്. അത് സ്തോത്രം അനുഭവിക്കേണ്ടതാണ്. അത് നമ്മുടെ വിടുതലിന് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതാണ്. ദൈവസഭ എന്നുള്ളത് അത് ഉപേക്ഷയായി വിചാരിക്കേണ്ടതല്ല. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുതെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കൂട്ടായ്മ ആചരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു ശക്തിക്കും നമ്മളെ വിട്ടുകൊടുക്കരുത്. ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ പത്രോസും യോഹന്നാനും കൂട്ടായ്മയിലേക്ക് ചെന്ന് ഹല്ലേലൂയ അപ്പോസ്തലന്മാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില ഉപദേശങ്ങൾ, ധൈര്യം, മുൻപോട്ട് പോകാനുള്ള ഊർജം അവർക്ക് ലഭിച്ചു എന്ന് നമ്മൾ വായിച്ചു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, വേദനകളിൽ, ഭാരങ്ങളിലൊക്കെ കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഉപദേശമുണ്ട്. ഹല്ലേലൂയ. അതിൽ പരിഹാരം കർത്താവ് വരും. അത് നമ്മൾ അനുഭവിച്ച് ജീവിക്കേണ്ടവരാണ്. അതിനുവേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് കൂട്ടായ്മ എന്നുള്ളത്. അവിടേക്ക് നമ്മളെ കർത്താവ് ഒന്ന് വീണ്ടും നയിക്കട്ടെ. അത് നമുക്ക് ദൈവസഭയ്ക്ക് അനുഗ്രഹമാകട്ടെ. ദൈവസഭയുടെ ഓരോ കൂടിവരവിനകത്തും ഹല്ലേലൂയ വിടുതൽ ജനം അനുഭവിക്കട്ടെ. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കൂട്ടായ്മയിൽ കർത്താവ് തരുന്ന ആലൊരു ഉപദേശങ്ങളും ആലൊരു വിടുതലുകളും ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് സ്തോത്രം കർത്താവേ. ആ കൂട്ടായ്മയുടെ പ്രാർത്ഥനയൊക്കെയാണ് ഞങ്ങളെ ആലൊരു നിലനിർത്തുന്നത് എന്നുള്ളത് കൊണ്ട് സ്തോത്രം. അങ്ങനെ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് കൂട്ടായ്മയിലേക്കാണ് എന്നുള്ളത് കൊണ്ട് സ്തോത്രം. അതിൻ്റെ വില അറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.